അവളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്നും കഴിക്കില്ല കേട്ടോ. ചോറോ കഞ്ഞിയോ ഒന്നും കുടിക്കില്ല. അവൾക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത് പായസം കേട്ടോ. പായസം എന്ത് ഇട്ടാലും അവൾ കുടിക്കും. പായസത്തിൽ എന്തെങ്കിലും വെക്കാൻ വേണ്ടി സാധനം നോക്കിയപ്പോൾ ഇവിടെ പായസം ഇട്ട് സാധനമില്ല. അറിഞ്ഞിട്ടാണെങ്കിൽ വീട്ടിലുള്ള സാധനം വാങ്ങിപ്പിക്കാൻ. അങ്ങനെ നോക്കിയപ്പോഴാണ് റവ കണ്ടിട്ടോ. നമ്മുടെ തരിപ്പായസം, തരി കാച്ചിയതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അത് വെച്ചുകൊണ്ട് തരി വറുത്ത റവയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മൾ ഉപ്മാവിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. പാൽ നോക്കിയപ്പോൾ ഒരു പാലും പിന്നെ എക്സ്ട്രാ കുറച്ച് പാലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാലും എക്സ്ട്രാ പാലും അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് പഞ്ചസാര ആവശ്യത്തിനിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിട്ട് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, നമ്മുടെ സവാളയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും ചെറിയ ഉള്ളിയാണ് വേണ്ടത് കേട്ടോ. വെല്ലുള്ളി പകുതിയാണ് എടുത്തത്. അതെല്ലാം മുരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ വറുത്ത് കോരേണ്ടത് നെയ്യിലാണ്. നെയ്യും ഉണ്ടായിരുന്നില്ല. ഉള്ളതുപോലെ അങ്ങ് ഓണം പോലെ അങ്ങ് തട്ടിക്കുട്ടി അങ്ങ് വെച്ചു. അപ്പോൾ നമ്മുടെ പാല് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഏലക്കായും ഇട്ട് അതിലേക്ക് നമ്മുടെ തരി വറുത്തതായതുകൊണ്ടാണ് ഞാൻ പാല് കാച്ചിയതിന് ശേഷം ഇട്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വറക്കാത്ത തരി നമുക്ക് പാലിനപ്പുറം തന്നെ ഒഴിക്കാം. പിന്നെ തരിയൊക്കെ കുറച്ച് മതി. അതുപോലെ തന്നെ പാലിനനുസരിച്ച് തരി ഇടണേ. കാരണം എനിക്ക് പാല് കുറവായതുകൊണ്ട് നല്ലോണം കുറുകിയത്. തരി ആയതുകൊണ്ട് നമ്മൾ വെക്കുന്തോറും കുറുകും കേട്ടോ. അതിനുശേഷം നിലക്കടലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സെർവ് ചെയ്താൽ സൂപ്പറാണ്.